നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിജീവിതയുടെ പ്രശ്നങ്ങൾ നമ്മൾ തലയിലേറ്റിക്കൊണ്ട് നടന്നു. അതിന് തൊട്ട് മുമ്പ് മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ തലയിലേറ്റിക്കൊണ്ട് നടന്നു. നമ്മൾ എപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പീഡനങ്ങൾ, അമ്മായിയച്ഛൻ, അമ്മായിയമ്മ പോരെ, ഇതെല്ലാം നമ്മളിങ്ങനെ തലയിലേറ്റി നമ്മുടെ മനസ്സ് ഇങ്ങനെ ഉരുകി 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 തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് രാവിലെ ഇനി നമ്മുടെ വീട്ടിൽ തന്നെ സംസാരം ഉണ്ടായിരിക്കും. ഒരാൾ എതിർഭാഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്കിതിൻ്റെ കഥകളൊന്നും അറിയത്തില്ല, ഇല്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കേൾക്കുന്നു, നമ്മുടെ മനസ്സിനെ വിഷമിക്കുന്നു, നമ്മൾ ആവശ്യമില്ല ടെൻഷൻ അടിക്കുന്നു. ഇനി അയലോകത്തെ ഉള്ളവരുടെ ആണെങ്കിലോ അതാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അയ്യോ അവർക്ക് അങ്ങനെ വന്നുട്ടോ, അവർക്ക് ഇങ്ങനെ വന്നു, അവിടെ അങ്ങനെ സംഭവിച്ചിട്ട് എന്ത് കാര്യത്തിനാണ്? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതും കൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിലാണ് നമ്മൾ മുഴുവൻ ടെൻഷൻ അടിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് തന്നെ ഒരു കഴിവുണ്ട്. അത് നമ്മൾ ചിന്തിക്കില്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പിന്നെ എന്തിനാണ് നമ്മൾ ഏറ്റെടുത്തിട്ട് അത് സോൾവ് ചെയ്യാനും ആ പ്രശ്നത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്നത്? എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാക്കി എടുക്കാതിരിക്കുക. നമുക്കുണ്ട ആവശ്യത്തിന് അതിനെ നമ്മൾ തീർത്തെടുക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് വേറൊരാളുടെയും കൂടെ എടുത്തു വെച്ചിട്ട് നമ്മൾ അതിലിരുന്ന് വിഷമിച്ചിട്ട് എന്ത് കാര്യം? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ജോലിക്കൊന്നുമില്ലാത്തവരാണെങ്കിൽ ടി വിയിൽ കണ്ടുള്ള അവരുടെ പ്രശ്നങ്ങളും ചർച്ചകളിലുള്ള പ്രശ്നങ്ങളും പത്രത്തിലുള്ള പ്രശ്നങ്ങളും നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് കേൾക്കണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ നിന്നിട്ടുണ്ടല്ലോ നമ്മൾ കേൾക്കുള്ളൂ. കേൾക്കണമെന്ന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് അവിടുന്ന് സൈഡ് പറ്റി പോരാം. അത് കേൾക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുത്തു നമ്മുടെ ഉള്ളിലേക്ക്. പിന്നെ നമ്മുടെ മനസ്സിലിട്ട് ഇതിങ്ങനെ ആലോചിച്ചു, അയ്യോ ശരിയാട്ടോ, അവർ പറഞ്ഞ ശരിയാ, അവർക്ക് അങ്ങനെയാട്ടോ ഇങ്ങനെയാട്ടോ, അവരുടെ വീട്ടിൽ ഇങ്ങനെയാട്ടോ, അല്ലെങ്കിൽ ആ ചാനലിൽ കേട്ടതാട്ടോ, എന്തിനാ ഇട്ടാലും നമ്മളെ അനുഭവിക്കുന്നത്, നമ്മുടെ ജീവിതം കളയുന്നത്. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമുക്കുള്ള പ്രശ്നങ്ങളെ നമ്മൾ സോൾവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. അല്ലാതെ എല്ലാ പ്രശ്നങ്ങൾക്കൊന്നും നമുക്കൊരു പരിഹാരവും കാണാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ വിഷമിക്കുന്നത്. കോടതി വിധിയാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും നമ്മളിട്ട് എന്തോരം വിഷമിക്കുന്നുണ്ട്. എത്ര പേരോട് നമ്മളത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെയൊക്കെ അങ്ങ് വിട്ടുകളാം. ശരിയാണോ? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടാത്ത കാര്യങ്ങളുണ്ടെന്നേ, അതൊക്കെ അറിഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. അല്ലെങ്കിൽ അറിഞ്ഞു, അത് അതേ വഴി വിടുക, അത്രമാത്രം.